ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ 3 നക്ഷത്രക്കാർക്ക് ഞാനീ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്താൽ വലിയ സമ്പത്ത് ഇങ്ങോട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ആ നക്ഷത്രക്കാർ ഏതാണെന്ന് പറയുന്നുണ്ട്. ആ നക്ഷത്രക്കാർ ഉള്ള വീടുകളിൽ ഉണ്ടാകുന്ന പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ നക്ഷത്രക്കാർക്ക് എന്ത് ചെയ്താലാണ് വലിയ സമ്പത്ത് ഇങ്ങോട്ട് വരുന്നത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യും. അപ്പം വീഡിയോ കാണുന്നവർ മുഴുവൻ കാണാൻ ശ്രമിക്കുക. കാരണം ഇത് എത്രയോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഈ 3 നക്ഷത്രക്കാരുടെ പേര് ഞാൻ പറയുന്നുണ്ട്. അവർ ഉള്ള വീടുകളിലും ആ നക്ഷത്രക്കാർക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഒരിക്കലും നടക്കത്തില്ലെന്ന് കരുതിയവർക്ക് വരും പോലും വലിയ സാമ്പത്തികമായ അഭിവൃദ്ധികൾ, സ്വന്തമായി വീട്, ബിസിനസ് എന്ന് വേണ്ട സാമ്പത്തികം വാരിയിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ശിവയോഗിയാണ്. ഓരോ ശ്വാസത്തിലും ഭഗവാനെ മാത്രം ശിവവിദ്യ 18 സിദ്ധന്മാർ ചെയ്ത ശിവവിദ്യ ചെയ്യുന്ന ആളാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് വെറുതെ ആകത്തില്ല. കാരണം ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. ഈ 3 നക്ഷത്രക്കാർ ഞാൻ പറഞ്ഞ ചില പ്രത്യേക കാര്യങ്ങൾ അത് ചെയ്ത് ലളിതമായ കാര്യമേ പറയത്തുള്ളൂ. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന സാമ്പത്തികം വാരിയിട്ടുണ്ട്. അപ്പോൾ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ദയവായിട്ട് നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയുന്നതേ ഉള്ളൂ, വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. കാരണം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നിങ്ങളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടാകും. ഇപ്പം ഞാനീ പറയുന്ന 3 നക്ഷത്രക്കാർ ആ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കാം. നിർബന്ധമില്ല, ചിലപ്പോൾ സാധ്യതയാണ്. പക്ഷേ അത് അങ്ങനെ ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾ അറ്റവും മൂലം കണ്ടിട്ട് പോകരുത്, മുഴുവൻ കാണണം. ഓരോ ശ്വാസത്തിലും ശിവവിദ്യ ചെയ്യുന്ന ഒരു മനസ്സുകൊണ്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും കേട്ടോ. അതിനുവേണ്ടി പറയുന്നതാണ്. എല്ലാം നല്ല കാര്യങ്ങളാണ്. എല്ലാം ഈശ്വരൻ്റെ വഴിയാണ്. സത്യമാണ് ഈശ്വരൻ. ആ ഈശ്വരൻ്റെ വഴിയാണ്, പരമേശ്വരൻ്റെ വഴിയാണ്. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള സത്യബോധമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കാണുക കേട്ടോ. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എത്രയാണെന്ന് വെച്ചാൽ അങ്ങ് പോട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ തലേവര മാറ്റുന്ന നിമിഷങ്ങളായിരിക്കും അത്. മനസ്സിലാക്കി ചെയ്താൽ നമ്മളെന്തെല്ലാം കാര്യങ്ങൾ എത്രയെല്ലാം ചുമ്മാ അവിടെ ഇവിടെ നോക്കിയിരുന്ന് എത്ര മിനിറ്റുകൾ വെറുതെ കളയുന്നു. ഒരു കാര്യമില്ല. അവനവൻ്റെ ജീവിതത്തിന് അല്ലെങ്കിൽ അവനവൻ്റെ കുടുംബത്തിന് വേണ്ടി അത് ഒരു 10-15 മിനിറ്റ് ചിലവാക്കിയാൽ അത് ജീവിതത്തിൽ ഒരു വലിയ മാറ്റമായിരിക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ പറയുന്നത് എന്തായാലും 100% ആത്മാർത്ഥതയോടു കൂടിയാണ്. ആര് കാണുന്നോ അവരുടെ മനസ്സിലാക്കുന്നോ അവരുടെ ജീവിതത്തിൽ മാറ്റം വരും. അങ്ങനെ ചെയ്തവരുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോഴേ ഞാൻ വിഷയത്തിലേക്ക് വരുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. പിന്നെ നേരിട്ട് ഞാൻ കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പം ചെയ്യേണ്ടത്, ഞാൻ ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്. ചെയ്യേണ്ടൊരു വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, എല്ലാവരെയും നോക്കാനും പറ്റത്തില്ല, സ്വാഭാവികമാണ്. എനിക്ക് എത്രയോ മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പറ്റുന്നവർക്ക് ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ തരും. നോക്കാൻ പറ്റുന്നവർക്ക് നോക്കി കൊടുക്കും. വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. എനിക്ക് ക്രിയാകുണ്ടലി പ്രാണായാമം ഞാൻ ഗുരുവിൽ സ്വീകരിച്ചാണ്. ശിവവിദ്യ ചെയ്യുന്നതാണ്, ശിവയോഗിയാണ്. എനിക്ക് എൻ്റേതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ്. പിന്നെ വാട്സപ്പിലെ വർക്ക് തന്നെ തീരാറില്ല. ഞാൻ മിക്കവാറും ഫ്രീ ആകാറില്ല. അതുകൊണ്ട് തന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക. അപ്പം കാര്യങ്ങൾ ആ സത്യസന്ധമായ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. അതങ്ങനെ മനസ്സിലാക്കുക. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഈ 3 നക്ഷത്രക്കാർ പൂയം, വിശാഖം, ചതയം, ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയണം. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ഐശ്വര്യം നിങ്ങളെ തേടി വരും, അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികം ഉണ്ടാക്കും. കാരണം അനുഭവം ഉണ്ടാകുന്നതാണ്. അപ്പം ഇത് DNA അസ്ട്രോളജി വെച്ചാണ് പറയുന്നത്. DNA അസ്ട്രോളജി എന്ന് വെച്ചാൽ സിദ്ധന്മാരുടെ, തമിഴ് സിദ്ധന്മാരുടെ ജ്യോതിഷമാണ്. അപ്പം നമ്മൾ സിദ്ധന്മാരുടെ വഴിയാണ്. ഞാൻ സിദ്ധന്മാരുടെ വിദ്യകളാണ് ചെയ്യുന്നത്, തമിഴ് ശൈവ സിദ്ധന്മാരുടെ. അപ്പം അങ്ങനെയുള്ളവർക്ക്, ആ കണക്ടിവിറ്റി ഉള്ളവർക്ക് ഇത് പറ്റത്തുള്ളൂ. അപ്പം ഇത് എന്നിലേക്ക് വന്നതാണ്.
ഞാൻ സദാസമയം ആ ശിവൻ്റെ വിദ്യയിൽ ലയിച്ചിരിക്കുന്ന ആളാണ്. 18 സിദ്ധന്മാർ ചെയ്ത ഒരു വിദ്യയിൽ. അപ്പോൾ അത് പൂയം, വിശാഖം, ചതയം ഈ നക്ഷത്രക്കാർ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പം പൂയം, വിശാഖം, ചതയം ഇതിൽ ഒരു നക്ഷത്രം ഉണ്ടെങ്കിൽ ചിലപ്പം വേറൊരു നക്ഷത്രം കൂടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ വീട്ടിലല്ലേ, നിങ്ങളുടെ കുടുംബത്തിൽ. മനസ്സിലായോ? ഇപ്പം പൂയം ഉണ്ടെങ്കിൽ ചതയമോ വിശാഖമോ ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി ചതയം ഉണ്ടെങ്കിൽ വിശാഖമോ പൂയമോ ഇതിലേതെങ്കിലും ഒരു നക്ഷത്രം കൂടെ ആ വീട്ടിലല്ലേ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി വിശാഖമാണെങ്കിൽ ആ കുടുംബത്തിൽ പൂയമോ ചതയമോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ആ വീട്ടിലോ ആ കുടുംബത്തിലോ. ഇത് തമിഴ് സിദ്ധ ജ്യോതിഷമാണ്, DNA അസ്ട്രോളജിയാണ്, അത് വെച്ചാണ് പറയുന്നത്. അപ്പം ഈ നക്ഷത്രക്കാർ ആ വീട്ടിലുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാം എന്ന് വെച്ചാൽ സാധ്യതയാണ് പറയുന്നത് കേട്ടോ. ചിലയിടത്തൊക്കെ ചിലർക്ക് കണ്ടിട്ടുമുണ്ട്, ചിലയിടത്തും അങ്ങനെ ആവണമെന്ന് നിർബന്ധവുമില്ല. അപ്പം ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് രാഹു കർമ്മയാണ്. രാഹു കർമ്മയും ചന്ദ്രകർമ്മയും ഉണ്ട്. ഇത് രാഹു ദശയെന്നൊന്നും അല്ല പറയുന്നത്. ഇത് DNA അസ്ട്രോളജി വെച്ച് തമിഴ് സിദ്ധ ജ്യോതിഷം വെച്ചുള്ള ഒരു പാരമ്പര്യ ജ്യോതിഷത്തിന് കുറച്ച് വ്യത്യാസമുണ്ട്. കർമ്മ ബേസാണ്. ഇപ്പോൾ പൂയം, വിശാഖം, ചതയം ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ നക്ഷത്രക്കാരാണെങ്കിൽ രാഹു കർമ്മയും ചന്ദ്രകർമ്മയും ഉണ്ട്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണ് പറഞ്ഞുതരാം. ആ വീടുകളിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ അന്യദേശത്ത് ജോലി ചെയ്യുന്നവർ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. ആക്സിഡൻറ്റുകൾ ആ കുടുംബത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ സൂയിസൈഡുകൾ, ഇപ്പോൾ ആത്മഹത്യ ആ കുടുംബങ്ങളിൽ സംഭവിക്കാൻ അല്ലെ സാധ്യത ആ കുടുംബത്തിൽ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പലയിടത്തും അത് നടന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നുവെച്ചാൽ ഒരു സാധ്യതകളാണ് പറയുന്നത് കേട്ടോ. പിന്നെ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ആ കുടുംബത്തിൽ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ട്രാൻസ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ജോലികൾ ചെയ്യുന്നവർ ആ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. സർക്കാർ ജോലിക്കാർ ആ കുടുംബത്തിലുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇലക്ട്രിക്കൽ ആയി ബന്ധപ്പെട്ട തൊഴിലുകൾ, വാഹനമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, വാഹനം ഉദ്ദേശിക്കുന്ന ഡ്രൈവിംഗ്, ആ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സിവിൽ എഞ്ചിനീയറിങ് ഇതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ, അതുപോലെ പാചകം, ഫുഡ് റെസ്റ്റോറൻറ്റ് പാചകവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ. കാരണം രാഹു കർമ്മയും ചന്ദ്രകർമ്മയും ആ കുടുംബത്തിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കലഹങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം, ഭാര്യ ഭർത്തൃ അകൽച്ചകൾ ഉണ്ടാകാം, ഭർത്താവൊക്കെ പിണങ്ങി മാറി ഭാര്യ പിണങ്ങി മാറി നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ ആ കുടുംബത്തിൽ അനുഭവമാകാം. അതുപോലെ തന്നെ ചില രോഗങ്ങൾ, ക്യാൻസർ, അതുപോലെയുള്ള പെട്ടെന്ന് കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില രോഗങ്ങൾ ആ കുടുംബത്തിലുള്ളവർക്ക് ഉണ്ടാകാം. എന്ന് വെച്ചാൽ അത് ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല, സാധ്യതയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കുക. ഇതെല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്നാൽ ചിലയിടത്തൊക്കെ അത് കണ്ടിട്ടുണ്ട്. എന്നാൽ എല്ലായിടത്തും അങ്ങനെ കാണണമെന്നില്ല. അത് ദൈവാധീനവും ഈശ്വരാധീനവും ആ കർമ്മങ്ങൾ ന്യൂട്രലൈസ് ആകുന്ന പോലെ ഇതിലൊക്കെ മാറ്റങ്ങൾ വരാം. എന്നാലും സാധ്യതകളാണ് പറയുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ മൊത്തത്തിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുക, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ ഒരു സാധ്യതകളാണ് പറയുന്നത്. പിന്നെ പിതാവിൽ നിന്ന് സ്നേഹം ഈ നക്ഷത്രക്കാരനോ അല്ലെ ഈ നക്ഷത്രം കുടുംബത്തിലുണ്ടെങ്കിലോ അവർക്ക് പിതാവിൽ നിന്നും സ്നേഹം കുറവായിട്ട് ലഭിക്കാം, അല്ലെ പിതാവിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. കാരണം രാഹു കർമ്മയുള്ള കുടുംബത്തിൽ പിതൃദോഷം കാണും. അതാണ് അതിൻ്റെ അകത്തൊരു കാര്യം. അപ്പോൾ പിന്നെ അതുപോലെ സന്താനങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ, ചിലർക്ക് കാലതാമസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാം എന്നുള്ളതാണ്. പിന്നെ ഈ കുടുംബങ്ങളിൽ ഈ പ്രധാനമായിട്ടും ഇവർക്ക് നല്ലൊരു മാറ്റം വരാൻ വേണ്ടി, നല്ലൊരു ഉയർച്ച വരാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്താൽ മതി. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഉറപ്പാണ് ജീവിതം മാറും. വലിയ ഇവരെ തേടി വരും, അല്ലെങ്കിൽ ഇവരെ വലിയ സാമ്പത്തികത്തിലേക്ക് വരാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഫസ്റ്റ് വൺ അത് ഞാൻ പറയുന്ന ഈ എല്ലാ കാര്യങ്ങളോടും ഒരാൾ ചെയ്യണമെന്നല്ല, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുക. പലർക്കും പല കാര്യങ്ങളായിരിക്കും പറ്റുന്നത്. എന്നാലും ഞാനീ പറയുന്ന ഈ കാര്യങ്ങൾ
നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് വലിയ മാറ്റം ഉണ്ടാക്കും. ഫസ്റ്റ് വൺ, കൃഷ്ണന് അതെല്ലാവരും ചെയ്യേണ്ടതാണ്. ഈ കുടുംബത്തിൽ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഈ നക്ഷത്രക്കാരനാണേലും ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ കുടുംബത്തിനും മാറ്റം വരും, നിങ്ങൾക്കും മാറ്റം വരും. അപ്പം ഇതെല്ലാവരും ചെയ്യേണ്ടതാണ്. ഈ കൃഷ്ണൻ്റെ കാര്യം, കൃഷ്ണനെ വഴിപാട് ചെയ്താൽ, കൃഷ്ണന് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ, അത് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഈ നക്ഷത്രമുള്ളവർ, ഇങ്ങനെയുള്ളവർ വലിയ സാമ്പത്തികത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അത് ഒരുപാട് അനുഭവമുണ്ട്. അപ്പം കൃഷ്ണന് ചില കാര്യങ്ങൾ ചെയ്യണം. എല്ലാ കാര്യമല്ല, ഞാൻ പറഞ്ഞു തരും എന്തു ചെയ്യണം, എപ്പോൾ ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം, ഞാൻ പറഞ്ഞു തരും. ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തരും, വ്യക്തമായിട്ട്. അത് ചെയ്യണം, അല്ലാതെ എല്ലാം ചെയ്താലൊന്നും മാറ്റം വരില്ല. അപ്പം കൃഷ്ണന് എന്തുകൊണ്ടാണ് ഈ രാഹുകർമ്മയുള്ളൊരു പരിഹാരം ചെയ്താൽ മാറ്റം വരുമെന്ന് പറയുന്നത്? അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ആരെങ്കിലും എന്നെങ്കിലും പറഞ്ഞാൽ അപ്പടി എടുത്ത് വിഴുങ്ങരുത്. കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു, മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് കൃഷ്ണൻ. പൂർണ്ണ കലയോടുകൂടിയ അവതാരമാണ് ഭഗവാന്റെ, നാരായണൻ്റെ പൂർണ്ണ കലയോടുകൂടിയുള്ള അവതാരമാണ് കൃഷ്ണൻ. അപ്പം ഭഗവാൻ മഹാവിഷ്ണു അനന്തശായിയാണ്. അതായത് അനന്തൻ്റെ, എപ്പോഴും അനന്തൻ്റെ പുറത്താണ് അദ്ദേഹം ഭഗവാൻ ശയിക്കുന്നത്. അപ്പം ആ സർപ്പവുമായി ബന്ധപ്പെട്ട് ആ ഭഗവാന് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ബലം ഉണ്ടാകുന്നത്. അതുപോലെ മാത്രമല്ല, ഭഗവാന്റെ പൂർണ്ണ കലയുള്ള അവതാരമായ കൃഷ്ണാവതാരത്തിൽ കാളിയമർദ്ദനം ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃഷ്ണന് വഴിപാട് ചെയ്താൽ രാഹുകർമ്മയ്ക്ക് മാറ്റം വരും. ഞാൻ പറഞ്ഞ് ചെയ്ത ഇവർക്ക് ഒരുപാട് പേർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതുപോലെ, അതായത് ബിസിനസ് ഉയർച്ച, വീട്, ചിലർക്ക് ലോട്ടറി ഭാഗ്യം. ലോട്ടറി അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല. നമ്മൾ അധ്വാനിച്ച് ധനം ഉണ്ടാക്കാൻ ശ്രമിക്കുക, വല്ലപ്പോഴും ലോട്ടറി എടുക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കും. അതൊക്കെ ഞാൻ പറഞ്ഞത് അനുഭവത്തിൽ വന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ഒരുപക്ഷെ എൻ്റെ വാക്കിലെ ആ ശബ്ദത്തിലെ ആ ദൃഢത കേൾക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊക്കെ ഞാൻ പറഞ്ഞു ചെയ്തവരുടെ ജീവിതം അതുപോലെ മാറിയിട്ടുണ്ട്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പം അതുകൊണ്ടാണ് കൃഷ്ണന് വഴിപാട്. അപ്പോൾ ഈ കൃഷ്ണന് നിർബന്ധമായിട്ട് ചെയ്യണം. ഇപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ ലളിതമായ കാര്യമാണ്. ഇതെല്ലാം ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് ഇതെല്ലാം ചെയ്യാവുന്നതുമാണ്. ലളിതമായ കാര്യം ഞാൻ പറയത്തുള്ളൂ. അപ്പം കൃഷ്ണനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് കേട്ടോണം. എല്ലാ കാര്യങ്ങളും ചെയ്താൽ ഫലം ഉണ്ടാകണമെന്നില്ല. ഞാനീ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഈ രാഹു കർമ്മ ന്യൂട്രലൈസ് ആകും. വെച്ചാൽ കർമ്മബേസാണ്. രാഹു കർമ്മയുടെ കർമ്മദോഷം തീരും. അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത്. രാഹു കർമ്മ ഒരു പോസിറ്റീവായിട്ട്, ഒരു രാഹു കർമ്മ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കർമ്മൻ്റെ രാഹു കർമ്മ നല്ല രീതിയിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങും. കർമാസ് ന്യൂട്രലൈസ് ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടാൻ തുടങ്ങും. അതാണ് ഉദ്ദേശിച്ചത്. കർമാസ് ന്യൂട്രലൈസ് ആകുമ്പോൾ ആ കർമ്മദോഷം മാറുമ്പോൾ. ഇപ്പം കൃഷ്ണന് കദളിക്കൊല സമർപ്പിച്ചാൽ പെട്ടെന്ന് മാറ്റം വരും. ഇനിയും ഈ കദളിക്കൊല ഭഗവാന് വ്യാഴാഴ്ച സമർപ്പിക്കണം. നന്നായിട്ട് പഴുത്തതായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്നതിലും നല്ലതായിരിക്കണം. ആരും വിരിഞ്ഞതൊന്നും ആയിരിക്കരുത്. അത് ഭഗവാൻ ഒരു വ്യാഴാഴ്ച നടക്കി വെക്കുക. വൈകുന്ന പാട് ഭഗവാന് ചുറ്റുവിളക്ക് തെളിയിക്കണം. ചുറ്റുവിളക്കെന്ന് പറഞ്ഞാൽ എള്ളെണ്ണ കൊണ്ടുപോയി, ചെറിയ ക്ഷേത്രമാണേലും മതി, കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ ചുറ്റുവിളക്ക്. ശ്രീകോവിലിന് ചുറ്റും കുറച്ച് ചട്ടി വെച്ചോ, എങ്ങനെയെന്ന് വെച്ചാൽ ചുറ്റുവിളക്ക്. ചെറിയ ക്ഷേത്രമാകുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റും. ചെറിയ ക്ഷേത്രമോ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രം നിങ്ങളെക്കൊണ്ട് പറ്റുന്നതാണ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഈ ചുറ്റുവിളക്ക് തെളിയിക്കുമ്പോഴെങ്ങനെ രാഹു കർമ്മ ആക്റ്റീവ് ആകുന്നത്, അല്ലെ കർമാസ് ന്യൂട്രലൈസ് ചെയ്യുന്നത്? അഗ്നിയിൽ ചെയ്യുന്ന ഏതൊരു കർമ്മങ്ങളും നമ്മുടെ കർമാസ് ന്യൂട്രലൈസ് ആകാൻ ഉപകരിക്കും. അത് സൂര്യനിലേക്കാണ് ചെല്ലുന്നത്. സൂര്യൻ പിതൃകാരകനാണ്. ആ പിതൃദോഷമൊക്കെ മാറും. രാഹു കർമ്മമുള്ളിടത്ത് പിതൃദോഷം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം ചുറ്റുവിളക്ക് ഞാൻ പറഞ്ഞ ചെയ്തവരുടെ ജീവിതം അത്ഭുതകരമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടായി പറയുന്നത് ഈ പറഞ്ഞ കാര്യം ചെയ്ത്. അപ്പം ഇത് നിങ്ങളത് മനസ്സിലാക്കണം. ചുമ്മാ ആരെങ്കിലും പറഞ്ഞ് എന്നെങ്കിലും പോയി ചെയ്താലേ. നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്യണം, എന്തിനു വേണ്ടി ചെയ്യണം, അത് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത്. പറയാൻ മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലാരിഫിക്കേഷൻ തരുന്നത്. ഒരു കാര്യം അറിഞ്ഞ് ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. അറിഞ്ഞ് ചെയ്യുമ്പോഴത് ഫലമാണ്. ഇപ്പം ഞാൻ അക്കൗണ്ടൻസിയാണ് പഠിച്ചത്. ഞാൻ ബികോമിന് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയാൻ പറ്റത്തില്ല. പണ്ടൊരു സിനിമ എടുത്ത കാരണം നമുക്ക് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ ആളുകൾ കളിയാക്കും. അതുകൊണ്ട് അത് പറയുന്നില്ല. ഞാൻ ആ രീതി പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന് 91 മാർക്കുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ കഴിവല്ല, എന്നെ പഠിപ്പിച്ച അധ്യാപകൻ്റെ കഴിവാണ്.
എന്നെ അതുപോലെ മനസ്സിലാക്കി തന്നോളൂ. അതുപോലെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനം കിട്ടും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് ഞാനും ഏതൊരാൾ വ്യക്തിക്കും പറഞ്ഞു കൊടുത്താൽ എൻ്റെ അധ്യാപകൻ എന്നെ പഠിപ്പിച്ച പോലെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരും. വളരെ വ്യക്തമായിട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത്. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. അപ്പോഴേ കൃഷ്ണന് അതുപോലെ തന്നെ സെറ്റുമുണ്ട് ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച വൈകുന്നപാട് വയ്ക്കണം. ഇതെല്ലാം കൂടെ ഒരു ദിവസം ചെയ്യണമെന്നല്ല. ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച കദളിക്കൊല ഭഗവാന് സമർപ്പിക്കുക. അത് രാവിലെ ചെയ്യണം. ഒരു 6 6:30 ഇടയ്ക്ക് വെളുപ്പിനെ പോയി ചെയ്യണം. വെച്ച് കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. വെക്കുമ്പം എനിക്ക് സമ്പത്ത് തരണേ, ഐശ്വര്യം തരണേ, ജീവിതമാർഗം തരണേ ഭഗവാനെ എന്ന് പറയുക. നന്നായിട്ട് ലയിച്ച് പ്രാർത്ഥിച്ച് വെക്കുക. വെച്ച് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ചിന്തിച്ചാൽ സംശയമുണ്ട്. നമുക്ക് സംശയം ഉള്ളതുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അത് ഫലം കിട്ടണമെന്നില്ല. ഇനിയും വേറെ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച വൈകിട്ട് ഭഗവാന് സെറ്റുമുണ്ട് സമർപ്പിക്കുക. കദളിക്കൊല വെക്കുന്നതെന്ന് വൈകിട്ട് തന്നെ വേണമെങ്കിൽ ആ വ്യാഴാഴ്ച തന്നെ സെറ്റുമുണ്ട് സമർപ്പിക്കാം, ചുറ്റുവിളക്കം ചെയ്യാം. അല്ലെങ്കിൽ വെവ്വേറെ വ്യാഴാഴ്ചകളിൽ ഈ സെറ്റുമുണ്ട് സമർപ്പിക്കുകയും ചുറ്റുവിളക്ക് തെളിയിക്കുകയും വെവ്വേറെ വ്യാഴാഴ്ചകളിലും ചെയ്യാം. ഞാൻ പറഞ്ഞ ആൾ ആ ദിവസം വ്യാഴാഴ്ച തന്നെയാണ് രാവിലെ കദളിക്കൊലയും സമർപ്പിച്ചു, വൈകിട്ട് ചുറ്റുവിളക്കം തെളിയിച്ചു, സെറ്റുമുണ്ടും ഭഗവാന് കൃഷ്ണന് സമർപ്പിച്ചു. പിന്നെ അവിടെ അടിച്ചു തളിക്കാനായിട്ടുള്ള ഒരു അമ്മയ്ക്ക് ഒരു ദക്ഷിണയും കൊടുത്തു, തിരുമേനിക്ക് ദക്ഷിണയും കൊടുത്തു. ദക്ഷിണ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു സന്തോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ദക്ഷിണ കേട്ടോ, അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ. അത് ചെയ്ത് അവർക്ക് വലിയ മാറ്റം ഉണ്ടായി. അവർക്ക് വീട് സ്ഥലമൊക്കെ ഉണ്ടായി. വർഷങ്ങളായിട്ട് 52 വയസ്സായിട്ട് നടക്കാത്ത കാര്യം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. അതൊക്കെ കൃത്യമായിട്ട് ഇത് ജീവിതം മാറ്റിയ കാര്യങ്ങൾ. അതുകൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റും എന്ന് പറഞ്ഞത്. ഇത് ചെയ്യുക, ഇത് പ്രധാന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, സൂര്യഗായത്രി ജപിക്കണം. ഉറപ്പാ മാറ്റം വരും. കാരണം സൂര്യൻ പിതൃകാരകനാണ്. പിതൃദോഷം രാഹുകർമ്മ ഉള്ളിടത്തുണ്ടാകാം. രാഹു കർമ്മയാണ് പറയുന്നത് അല്ലേ, ദശയൊന്നുമല്ല കേട്ടോ, അതുമായിട്ട് ബന്ധമില്ല. രാഹു കർമ്മ DNA ആസ്ട്രോളജിയാണ്, തമിഴ് സിദ്ധ ജ്യോതിഷം. അപ്പോൾ ഈ രാഹു കർമ്മ ഉള്ളിടത്ത് പിതൃദോഷം ഉണ്ടാകും. അപ്പോൾ സൂര്യഗായത്രി ജപിച്ചാൽ വലിയ മാറ്റം വരും. ഞാൻ പറഞ്ഞ സൂര്യഗായത്രി ജപിക്കുന്ന വ്യക്തികൾ വലിയ മദ്യപാനവും വഴക്കും ബഹളവും സാമ്പത്തിക ഘടകങ്ങളും ഉള്ളവർ മാറി ഇന്ന് 1 രൂപ പോലും കടമില്ലാതെ സന്തോഷത്തിൽ കുടുംബൈക്യമായിട്ട് മദ്യപാനം ഏറെക്കുറെ 99% നിർത്തി. 1% ഉണ്ട്. 99% നിർത്തി ഏറ്റവും സന്തോഷമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നവരുണ്ട് ഞാൻ ഈ പറയുന്ന സമയത്ത്. കൃത്യം ഈ രാഹു കർമ്മ വീട്ടിലുണ്ടെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിലും ഇതാ വീട്ടിലുള്ളവർ ചെയ്ത ഫലം ഉണ്ടാകും. അപ്പോൾ സൂര്യഗായത്രി ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇത്ര ജപിച്ചാൽ മതി. ഒന്നുകൂടെ ജപിക്കാം. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇങ്ങനെ ജപിക്കണം. പിന്നെ ആദിത്യ ഹൃദയം ജപിക്കണം. ഉറപ്പാ. കാരണം ഞാൻ പറഞ്ഞ അത് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസത്തോടെ ചെയ്യണം. അല്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ചെയ്തവരെല്ലാം അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ആ വീടുകളിൽ തന്നെ അതിൻ്റെ മാറ്റം വരും. ആ വീടുകളിൽ ഒരു അപകട മരണങ്ങളോ ഒരു പ്രശ്നങ്ങളോ മറ്റു തരത്തിലുള്ള മറ്റു ദുരിതങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ആദിത്യ ഹൃദയ മന്ത്രം സന്താപനാശകരായ നമോ നമഃ തുടങ്ങുന്നത് അതൊക്കെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. ഞാൻ പഴയ വീഡിയോയിലേക്ക് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തെടുക്കുക. സന്താപനാശകരായ നമോ നമഃ എന്നുള്ള മന്ത്രം നിങ്ങൾ ആദിത്യ ഹൃദയ മന്ത്രം അത് ജപിച്ചാൽ മതി. ആദിത്യ ഹൃദയ മന്ത്രം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ളതുണ്ട്. ആ സന്താപനാശകരായ നമോ നമഃ തുടങ്ങുന്ന ആ ഒരു മന്ത്രം ജപിച്ചാൽ മതി. അതാണ് റിസൾട്ട്. നമ്മൾ ചെയ്തിട്ട് പറഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയ കാര്യം അതാ. അതിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. അനുഭവമുള്ള കാര്യം ഞാൻ പറയാറുള്ളൂ. അപ്പോൾ അത് ചെയ്യുക. രാവിലെ ചെയ്യണം. രാവിലെ മാത്രം ചെയ്യണം. വിളക്കിൻ്റെ മുന്നേ നിന്ന് കിഴക്കോട് തിരിഞ്ഞെന്ന് ജപിക്കണം. വിളക്കിൻ്റെ നാളത്തെ നോക്കി ജപിക്കണം. ഉറപ്പായിട്ടും ജീവിതം മാറും. വരുമാനം ഇല്ലാത്തവർക്ക് വരുമാന മാർഗം വരും. വീട്ടിലെ കലഹങ്ങൾ മാറും. സാമ്പത്തികം ഉണ്ടാകും. ചെയ്യുന്ന തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും. ജീവിതം മാറും. ഇതൊക്കെയാണ് അറിയേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ അറിവുകളുടെ പുറകെ പോകുന്നതുകൊണ്ടോ. ഇപ്പം ഞാൻ ശിവയോഗിയാണ്. ഞാൻ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഞാൻ ശിവനെ ലയിച്ചിരിക്കുന്നു. അപ്പം എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. എനിക്കത് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനതിനെ ഫോളോ ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചു. അത് എനിക്കത് അനുഭവം ഉള്ളതുകൊണ്ട് ഞാനത് ആ അനുഭവത്തിനടിച്ചാതാണ് നമ്മളെല്ലാം ഫോളോ ചെയ്യേണ്ടത്. ഇനിയും പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾ മാസത്തിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ
തീർത്ഥാടനം പോകണം എന്ന് വെച്ചാൽ ദൂരെ പോകണമെന്നല്ല, നിങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരെയുള്ള ക്ഷേത്രം. ഇപ്പോൾ തിരുവനന്തപുരംകാരാണെങ്കിൽ ഗുരുവായൂർ, ഗുരുവായൂരുകാരാണെങ്കിൽ തിരുവനന്തപുരം, ഇങ്ങനെ അല്പം ദൂരം ഉള്ള ക്ഷേത്രത്തിലേക്ക് ഒരു തീർത്ഥാടനം നടത്തണം. തീർത്ഥാടനം നടത്തിയാലും ആ രാഹു കർമ്മ ന്യൂട്രലൈസ് ആവും. കാരണം ആ പിതൃപ്രീതിയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അപ്പോൾ ഇത് ചെയ്തോ ഉറപ്പാണ് അതിൻ്റെ റിസൾട്ട് വരും. അപ്പം ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രങ്ങളിലേക്ക് മാസത്തിലോ ആഴ്ചയിലോ ഒരു തവണയെങ്കിലും തീർത്ഥാടനം നടത്തുക. വെച്ചാൽ ഒരുപാട് ദൂരെയുള്ളതല്ല, ഞാനീ പറഞ്ഞ ഒരു ഡിസ്റ്റൻസ്. ഇപ്പോൾ തിരുവനന്തപുരംകാരാണെങ്കിൽ എറണാകുളംകാരാണെങ്കിൽ തിരുവനന്തപുരം, ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഏകദേശം ഒരു വലിയ ദൂരമില്ലാത്ത, നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരു 2-3 മണിക്കൂർ കൊണ്ട് പോയി വരാവുന്ന ഒരു ദൂരത്തിലുള്ള, എന്ന് വെച്ചാൽ അല്പം ദൂരം വേണം താനും, ക്ഷേത്രങ്ങളിലേക്ക് ഒരു പുണ്യദർശനം ചെയ്യുന്നത് നല്ലതാണ്. ആഴ്ചയിലോ മാസത്തിലോ ഒന്നോ ചെയ്താലും ജീവിതം മാറും. രാഹു കർമ്മ ന്യൂട്രലൈസ് ആവും. അതായത് ആ മാറ്റങ്ങൾ വരും, ഒരു സംശയം വേണ്ട. പിന്നെ ചെയ്യേണ്ട കാര്യം, അതായത് ഞായറാഴ്ച ദിവസം സർപ്പക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിച്ചാലും പെട്ടെന്ന് മാറ്റം വരും. ഞായറാഴ്ച ദിവസം സർപ്പക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിച്ചാലും പെട്ടെന്ന് ആ രാഹുവിൻ്റെ ആ നല്ല ഫലങ്ങൾ വന്നു തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ നെയ്വിളക്ക് എന്ന് പറഞ്ഞാൽ ഈ വിളക്ക് ദീപം എന്നൊക്കെ പറഞ്ഞാൽ അഗ്നിയുമായി ബന്ധപ്പെട്ട അത് ആ ഒരു സൂര്യപ്രീതി, ആ ഒരു കാര്യത്തിനൊക്കെ അഗ്നിയിൽ സമർപ്പിക്കുന്നതെന്തും അല്ലെ അഗ്നിയിലേക്ക് ചെയ്യുന്നതെന്തും അല്ലെ അഗ്നി കൊണ്ട് ചെയ്യുന്നതെന്തും സൂര്യപ്രീതിക്ക് കാരണമാകും. അപ്പോൾ ആ പിതൃപ്രീതി ഉണ്ടാകും. അപ്പോൾ നെയ്വിളക്ക് ഞായറാഴ്ച സർപ്പത്തിന് തെളിയിച്ച്, നാഗരാജാവിന് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടെ ചെയ്താൽ, അത് സാധിക്കുന്ന പോലെ ആവർത്തിച്ചാൽ രാഹുവിൻ്റെ ആ ഗുണഫലങ്ങൾ കിട്ടിത്തുടങ്ങും. ജീവിതം മാറും. പിന്നെ നിർബന്ധമായിട്ടും ബലിയിടണം. വർഷത്തിലൊരിക്കൽ ബലിയിടണം. അച്ചട്ട മാറ്റം വരും. പിതൃപ്രീതി ഉണ്ടാകും. ഈ രാഹു കർമ്മ ഉള്ളിടത്ത് പിതൃദോഷം കാണും. അതുകൊണ്ടാണ് ചിലപ്പം കുട്ടികൾ ഉണ്ടാകാൻ താമസം, അല്ലെ പലതരത്തിലുള്ള കുട്ടികളെ കൊണ്ട് ഒരു ചിലർക്ക് ഉണ്ടാകാനൊക്കെ ഒരു താമസം ഉണ്ടാകും. പിന്നെ ആ കുടുംബത്തിലെ പല വിധത്തിലുള്ള ഇതുപോലുള്ള ദുർമരണങ്ങളെ, അപകട മരണങ്ങളെ, ആക്സിഡൻറ്റുകളെ, പിന്നെ രാഹുകർമ്മയുള്ള കുടുംബങ്ങളിൽ അതുപോലെ പലവിധ രോഗങ്ങൾ, ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള ഇതൊക്കെ ഒരു സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ എല്ലായിടത്തും അങ്ങനെ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത് പൊതുവായിട്ട് പറയുന്ന സാധ്യതകൾ കൂടുതലാണ്. ഇത് ഈ ബലിയിടുന്നൊക്കെ നല്ലതാണ്. പിതൃപ്രീതി ഉണ്ടാകുമ്പോൾ അത് വർഷത്തിലൊന്ന് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് തിരുനെല്ലി പോയി ഒന്ന് ബലിയിടുന്നത് നല്ലതാണ്. പെട്ടെന്ന് നല്ലതാണ്. ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകും. മഹാവിഷ്ണുവിൻ്റെ വിഷ്ണുപാദം അത് തിരുനെല്ലിയിലാണ്. അത് തിരുനെല്ലി ബലിയിടുന്നതിന് മുമ്പ് അടുത്തൊരു ശിവഭഗവാന്റെ അമ്പലമുണ്ട്. അവിടെ നെയ്വിളക്ക് തെളിയിച്ചിട്ട് വേണം തിരുനെല്ലി പോയി ബലിയിടാൻ. അത് ഏറ്റവും നല്ല സൗകര്യം പോലെ ചെയ്താൽ മതി. നിങ്ങൾ എന്താണെങ്കിലും വർഷത്തിലൊന്നോ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നമ്മൾ കർക്കിടക ബലിയില്ലേ, അത് നിർബന്ധമായിട്ട് ഇടണം കേട്ടോ. പിന്നെ ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഭക്ഷണം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് രാഹു കർമ്മ ആക്റ്റീവ് ആകുന്നത്? രാഹു കർമ്മയുള്ളവർക്ക് ചന്ദ്രകർമ്മയുണ്ട്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഫുഡ്, ഭക്ഷണം, ഇതൊക്കെ ഒരു ചിന്തിക്കാം. DNA ആസ്ട്രോളജിയിലാണ് കേട്ടോ. അപ്പോൾ അതുപോലെ പൊതുപ്രവർത്തനങ്ങളെ ഒക്കെ ചിന്തിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു പൊതുപ്രവർത്തനമാണെങ്കിൽ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യുക. അതുപോലെ ഭക്ഷണം മറ്റുള്ളവർക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ദാനം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക. ഉറപ്പാണ് റിസൾട്ട് കിട്ടും, യാതൊരു സംശയം വേണ്ട. ഞാൻ പറഞ്ഞ ആ രീതികൾ ചെയ്തവർക്കൊക്കെ അടിമുടി മാറിയിട്ടുണ്ട്. അതുകൊണ്ടായി പറഞ്ഞു തരുന്നത്. പിന്നെ നിങ്ങൾ അന്യമതസ്ഥരെ സഹായിക്കണം. ഇപ്പം നിങ്ങളൊരു ഹിന്ദു ആണെങ്കിൽ ക്രിസ്ത്യാനികളെ, മുസ്ലിങ്ങളെയൊക്കെ പറ്റുന്നവരെ, അർഹരായവരെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന നന്മകൾ ചെയ്യുക. നിങ്ങളൊരു മുസ്ലിം ആണെങ്കിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. നിങ്ങളൊരു ക്രിസ്ത്യാനി ആണെങ്കിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായങ്ങൾ ചെയ്യുക. ഈ രാഹുകർമ്മയുള്ളവർ അന്യമതത്തിൽപ്പെട്ടവരെ സഹായിച്ചാൽ പറ്റുന്ന പോലെ പെട്ടെന്ന് ജീവിതം മാറും. കറക്റ്റായി പറയുന്നത്, ഞാൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായി പറയുന്നത്. ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, ആവശ്യമുള്ളവർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിൻ്റെ ഒരു പവർ. അതുപോലെ പെട്ടെന്ന് ജീവിതം മാറ്റും. ഇങ്ങനെയുള്ള ചില രഹസ്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് അറിയേണ്ടത്. അവിടെ തൊട്ട് ജീവിതം മാറും. അപ്പം ഭക്ഷണം ദാനം ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങൾ, അന്യമതത്തിലുള്ളവരെ സഹായിക്കുക പറ്റുന്ന പോലെ.
ഈ കാര്യങ്ങൾ ചെയ്യുക. ഇനി ചില വീടുകളിൽ 2 പൂയം അല്ലെ 2 ചതയം അല്ലെ 2 വിശാഖം ഉള്ളപ്പോൾ ഈ എഫക്റ്റ് കർമ്മ കൂടിയിരിക്കും. ഈ ദുരിതങ്ങൾ അല്ലെ ഈ പ്രതിസന്ധികൾ ചിലപ്പോൾ അല്പം കൂടിയിരിക്കാം. അങ്ങനെയുള്ളിടത്ത് ഞാൻ പറഞ്ഞവർ ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഇന്ന് നല്ല ഏറ്റവും നല്ല നിലയിൽ കഴിയുന്നവരുണ്ട്. ഇതൊക്കെ അനുഭവത്തിൽ നിന്നായി പറഞ്ഞു തരുന്നത്, അല്ലാതെ അതിന് വിലയല്ല, അതിന് മൂല്യം ഇടാൻ പറ്റത്തില്ല. അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. ഒരു തവണ ചെയ്തുകൊണ്ടല്ല, ഇത് പലതവണ ആവർത്തിക്കുമ്പോൾ അത്ഭുതകരമായ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും ധനവും എല്ലാ ഐശ്വര്യങ്ങളും കടന്നു വരും. നിങ്ങൾ ഏറ്റവും സന്തോഷവാനായിട്ട്, ഏറ്റവും സമ്പന്നനായിട്ട്, ഏറ്റവും ഈശ്വരാനുഗ്രഹമുള്ളവരായിട്ട് ജീവിതം ജീവിച്ചു തീർക്കാൻ പറ്റും. ഇത്തരം നല്ല കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതം മാറട്ടെ, എല്ലാവർക്കും ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കർത്തവാവിന് ഭദ്രകാളിക്ക് കടുംബായുസം, ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല, വെള്ളപ്പൂക്കൾ കൊണ്ട്, ചുമന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ടും മാല, അല്ലെങ്കിൽ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല, കടുംബായുസം, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല, അല്ലെ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന, നെയ്വിളക്ക് ഇത് സമർപ്പിച്ച ശേഷം കുളമുള്ള ഭദ്രകാളി ക്ഷേത്രം തിരഞ്ഞെടുത്ത് അവിടെ മലരുകൊണ്ട് മീനൂട്ടൂടെ നടത്തിയാലും പിതൃപ്രീതി പെട്ടെന്നുണ്ടാകും. രാവിലെ ചെയ്യണം. കർത്തവാദൂരം സാധിക്കുന്ന പോലെ ആവർത്തിക്കും. പിതൃപ്രീതി ഉണ്ടാകുമ്പോൾ രാഹു കർമ്മസ് ന്യൂട്രലൈസ് ആയി ആ ഗുണഫലങ്ങൾ വരാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ജീവിതം എന്നേക്കുമായി മാറ്റുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൽ പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊക്കെ സാധിക്കുന്ന പോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം ഈ നല്ല കാര്യങ്ങളൊക്കെ. ഇപ്പം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ ആവശ്യമുള്ളവർ ചെയ്യുക, ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക, വിശ്വാസത്തോടു കൂടി ചെയ്യുക, സാധിക്കുന്ന പോലെ കൂടുതൽ ആവർത്തിക്കുക. എല്ലാവർക്കും ഈശ്വരൻ എല്ലാ നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സാക്ഷാൽ പരമശിവൻ്റെ പാദങ്ങൾ തന്നെ ശിവപാദം സ്മരിച്ചുകൊണ്ട് അവനെன்று ഒരു നവം അസയാതെ അവനെ നീയാകുമ്പോൾ എല്ലാം അസയും. അതായത് ഭഗവാൻ ഇല്ലാതെ ഒരു നിമിഷം പോലും ഒന്നിനും ചലിക്കാനാവില്ല. പക്ഷെ ഭഗവാനാകുമ്പോൾ, നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാനാകുമ്പോൾ എല്ലാം അത്ഭുതകരമായി നമ്മുടെ പ്രപഞ്ചം എല്ലാം ചലിച്ചു തുടങ്ങും. അവനെன்று ഒരു നവം അസയാത് അവനെ നീയാകുമ്പോൾ എല്ലാം അസൈ. ഓം നമഃ ശിവായ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവരും ജീവിതം മാറട്ടെ എന്ന് സാക്ഷാൽ പരമശിവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഓരോ പരമാണുവിലും ഉറച്ച് ചിന്തിച്ചുകൊണ്ട്, സ്മരിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലെ തള്ളിക്കളയാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവർക്കെല്ലാം ജീവിതത്തിൽ വലിയ അഭിവൃദ്ധികൾ ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. അതിനെ അങ്ങനെ മനസ്സിലാക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.